എത്രയൊക്കെ ശ്രദ്ധിച്ച് കറണ്ട് ഉപയോഗിച്ചിട്ടും കറണ്ട് ബില്ല് കൂടുതലാണ് വരുന്നതെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നിങ്ങളുടെ കറണ്ട് ബില്ല് പകുതിയായി കുറയ്ക്കാൻ പറ്റും. കറണ്ട് ബില്ല് കൂടാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഞാൻ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും നാരങ്ങാ നീരും കൂടി തന്നെ ചേരുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു രാസപ്രവർത്തനം നടന്നത് ഇതേപോലെ പതഞ്ഞു വരും. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂണോളം ലിക്വിഡ് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാജിക്കൽ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഈ ലിക്വിഡ് ഇനി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചീപ്പും ഒരു പീസ് തുണിയാണ്. അപ്പോൾ ഞാൻ ഒരു തോർത്തിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തുണി ഈ ലിക്വിഡിലൊന്ന് ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ലിക്വിഡ് ആവണം. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറണ്ട് ബില്ല് കൂടാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ഫ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വാഷറിനുള്ളിൽ ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ ഡോറ് നന്നായിട്ട് ചേർത്തടയില്ല. അപ്പോൾ ഡോറ് നന്നായിട്ട് ചേർത്തടയാതിരിക്കുമ്പോൾ ഫ്രിഡ്ജിനുള്ളിലുള്ള തണുപ്പ് പുറത്തേക്ക് ലീക്കാവും. അപ്പോൾ ഫ്രിഡ്ജ് കൂടുതലായിട്ട് കറണ്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ അങ്ങനെ കറണ്ട് ബില്ലൊക്കെ ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കേ, ഈ റബ്ബർ വാഷറിൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കുകളുണ്ട്. കരിമ്പം പോലെയുള്ള അഴുക്കാണ്. നമ്മൾ സാധാ തുണി ഉപയോഗിച്ചൊന്നും തുടച്ച അഴുക്ക് പോവില്ല. നമുക്കപ്പോൾ ഈ ഒരു രീതിയിൽ ചീപ്പും ഈ ലിക്വിഡും ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചീപ്പായതുകൊണ്ട് തന്നെ റബ്ബർ വാഷറിൻ്റെ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ കയറ്റിയിട്ട് ഇതേപോലെ അങ്ങ് വലിച്ചെടുത്താൽ മതി. വാഷറിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ അഴുക്ക് കളഞ്ഞാൽ മാത്രമാണ് വാഷർ നല്ല ടൈറ്റായിട്ട് ഫ്രിഡ്ജ് ക്ലോസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിൻ്റെ വാഷറിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം തന്നെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് അഴുക്കുള്ള ഭാഗം മാറ്റിയിട്ട് നല്ല തുണിയുടെ ഭാഗം എടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് ലിക്വിഡ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലുള്ള അഴുക്ക് തീരുന്നത് വരെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടിപ്പാണിത്. വാഷറിൻ്റെ ഉള്ളിൽ അഴുക്ക് നിറഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറ് നന്നായിട്ട് അടയുന്നില്ല എങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറന്നിടൂലേ, അതേ എഫക്റ്റ് തന്നെയാണ്. തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഫ്രിഡ്ജിനുള്ളിൽ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കംപ്രസർ വീണ്ടും ഓൺ ആവും. അപ്പോൾ കറണ്ടിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരും. ഫ്രിഡ്ജ് എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വാഷർ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നോക്കിയ ഗ്യാപ്പിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ ലിക്വിഡ് ഉപയോഗിച്ച് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റൗവിൽ ഒരുപാട് അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര തന്നെ കഠിനമായ അഴുക്ക് ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളുണ്ടാക്കിയ ലിക്വിഡ് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചായയൊക്കെ തിളച്ച് വീഴുകയോ അല്ലെങ്കിൽ നമുക്കറിയാലോ ചോറൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിളച്ച് വീണ് ഇതേപോലെ അഴുക്കുകൾ ഉണ്ടെങ്കിൽ സ്റ്റൗവിൽ നിന്ന് എളുപ്പം അത് കളഞ്ഞെടുക്കാനായിട്ട് ഈ ലിക്വിഡ് വളരെ നല്ലതാണ്. ഉരച്ചൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ അഴുക്കുള്ള ഭാഗത്ത് ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റൗവിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ കുറേശ്ശെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം തന്നെ നല്ല എളുപ്പത്തിൽ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. എത്ര പറ്റി പിടിച്ച അഴുക്കാണെങ്കിലും അതെല്ലാം പോയിട്ട് സ്റ്റൗവിന് നല്ലൊരു തിളക്കം കിട്ടും. അപ്പോൾ നോക്കിയേ, നല്ലപോലെ തന്നെ അഴുക്കുകൾ പോയിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണെങ്കിലും അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് നല്ലൊരു തിളക്കം കിട്ടാനായിട്ടും ഈ ലിക്വിഡ് നല്ലതാണ്. ഈ ഒരു ലിക്വിഡിൽ നമ്മൾ നാരങ്ങാനീരും കൂടി ചേർത്തത് കൊണ്ട് തന്നെ ക്ലീനിങ്ങിനും വളരെ നല്ലതാണ്. പിന്നെ നല്ല ഒരു സ്മെല്ല് കിട്ടാനും നല്ലതാണ്. നോക്കി, ഈ ഗ്ലാസ്സിനൊക്കെ ഒരു നല്ല ഒരു തിളക്കം കിട്ടുന്നുണ്ട്. പിന്നെ മീൻ പൊരിച്ച വെളിച്ചെണ്ണയൊക്കെ തെറിച്ചിട്ട് ഗ്യാസിൻ്റെ ഇവിടെയൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഒരു സ്മെല്ല് കൂടി കിട്ടും. അപ്പോൾ ഇത് നോക്കിക്കേ, വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട സ്റ്റൗ ആണോ ഇതെന്ന് നോക്കിക്കേ. കംപ്ലീറ്റ് അഴുക്കും പോയിട്ട് നല്ല പുത്തൻ ഗ്യാസ് സ്റ്റൗവായി വന്നിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയുള്ള സ്ലാബ്, പിന്നെ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ സ്ലാബിലൊക്കെ അഴുക്കുകൾ ഉണ്ടാവുമല്ലോ, അഴുക്കുകളൊക്കെ കളഞ്ഞെടുക്കാനും ഈ ലിക്വിഡ് ഉപയോഗിച്ച് തുടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് സ്ലാബും നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ലിക്വിഡ് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ ടീപ്പോയി ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളും ടീപ്പോയൊക്കെ തുടക്കാനായിട്ട് തുണിക്ക് പകരം ഈ ഒരു സ്പോഞ്ച് ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ലിക്വിഡ് ഉപയോഗിച്ച് ഡൈനിങ് ടേബിളും ടീപ്പോയൊക്കെ നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്.
ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നല്ല ഒരു ഗുഡ് സ്മെല്ലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വീടിനുള്ളിലാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നിറക്കാനൊക്കെ ആയിട്ടും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.